പ്രിയപ്പെട്ടവരെ, സലാം. എൻ്റെ ജീവിതത്തിൽ വിരലിലെണ്ണാവുന്ന ചില പുസ്തകങ്ങളെ ഞാൻ വായിച്ചു തീർത്തിട്ടുള്ളൂ. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഞാൻ ആദ്യം വായിച്ചു തീർത്ത പുസ്തകം എൻ്റെ പ്രിയ സഹോദരന് വിവാഹ സമ്മാനമായിട്ട് നൽകുകയാണ് ചെയ്തത്. വീണ്ടും വായിക്കണമെന്ന മോഹമായിട്ട് വാങ്ങിയ പുസ്തകമാണിത്. പുതിയ ചട്ടക്കൂടിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അതിമനോഹരമായിട്ടാണ് ഒരു ചരിത്ര പുരുഷനെ ഈ ഒരു കുഞ്ഞു പുസ്തകത്തിൽ രചിച്ചു വെച്ചിട്ടുള്ളത്. ആരായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ്? ഉണ്ടോ സഖി ഒരു കുല മുന്തിരി വാങ്ങിയിടുവാൻ ആശയുണ്ട്, കയ്യിൽ നാലണയുണ്ടോ എന്ന് കവി രചിച്ചത്. നമ്മൾ പലരും അത് ഉമറുൽ ഫാറൂഖിനെ കുറിച്ച് രചിച്ചതാണ് എന്നാണ് തെറ്റിദ്ധരിച്ചത്. പക്ഷെ ശരിക്കും അത് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ജീവചരിത്രത്തിനെ ആസ്പദമാക്കി എഴുതിയൊരു കവിതയായി. അതുതന്നെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ശരിക്കും ഖലീഫ ആയതിനു ശേഷമുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഓരോ ചര്യയും നമുക്ക്, ഓരോ ചരിത്രവും നമുക്ക് ഉമറുൽ ഫാറൂഖിന്റെ ചരിത്രമാണോ എന്ന് സംശയിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണല്ലോ ആവേണ്ടത്. ആരാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്? ഖലീഫ ആയിരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ജനങ്ങളുടെ അവസ്ഥയെ മനസ്സിലാക്കാൻ രാത്രികാലങ്ങളിൽ ഇറങ്ങി നടക്കുമായിരുന്നു, വേഷപ്രച്ഛന്നനായി. അപ്പോൾ ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പാൽക്കാരി പെൺകുട്ടിയുടെ തൻ്റെ ഉമ്മ പാലിൽ വെള്ളം ചേർക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ആരും കണ്ടില്ലെങ്കിലും അള്ളാഹു ഇത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സത്യസന്ധയായ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർക്കുണ്ടായ സന്തതിയാണ് ലൈല. ആ ലൈലയുടെ മകനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് വ്യക്തിത്വങ്ങളെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഉമർ ബിൻ അബ്ദുൽ അസീസിന് ജീവചരിത്രം എന്നെ സ്വാധീനിക്കാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ രണ്ട് ഘട്ടമായിട്ട് പഠിക്കണം. ഒന്ന്, ഖലീഫ ആകുന്നതിന് മുമ്പും ഖലീഫ ആയതിനു ശേഷവും. നമുക്കറിയാം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫ ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനങ്ങളും അദ്ദേഹം കാണിച്ച നീതിബോധവും ഒക്കെ. പക്ഷേ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആയിക്കോട്ടെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിക്കോട്ടെ, 4 ഖലീഫമാരായിക്കോട്ടെ, ഇവരെല്ലാവരും പ്രവാചകനോടൊപ്പം ജീവിച്ചു വന്നവരാണ്. പ്രവാചകന്റെ അതേ ക്ലാസ്സുകളും അതേ അധ്യാപനങ്ങളും ഒക്കെ കേട്ട് ആ പ്രവാചകനോടൊപ്പം ജീവിച്ചു വന്നവരാണ്. ഇസ്ലാമിന്റെ ആദ്യ ഘട്ടം മുതൽ ഇസ്ലാമിന് അതേപടി കൊണ്ടുവന്ന 4 ഖലീഫമാരാണ്. എന്നാൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ജീവിച്ചതെന്ന് പറഞ്ഞാൽ, ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ പിതാവ് ഈജിപ്തിന്റെ ഗവർണറായിരുന്നു. സമ്പന്നതയിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ആഡംബര ജീവിതത്തിന്റെ അങ്ങ് ഏതറ്റം വരെയും ജീവിക്കാൻ അതിൻ്റെ എല്ലാ തലങ്ങളിലും എത്തിപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ്. അദ്ദേഹം ഒരിക്കൽ ഉപയോഗിച്ചൊരു വസ്ത്രം പിന്നീട് അദ്ദേഹത്തിന് രണ്ടാമതൊരിക്കൽ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത്രത്തോളം ആഡംബരം നിറഞ്ഞ വസ്ത്ര ശേഖരവും തൻ്റെ മുടി ചീകി മിനുക്കി വെക്കാനായിട്ട് മണിക്കൂറുകളോളം സമയമെടുക്കുകയും അതിനു വേണ്ട എല്ലാ ആഡംബര സൗകര്യങ്ങളും ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ്. എത്രത്തോളം ആഡംബരം നിറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ ഖലീഫയുടെ കൊട്ടാരത്തിനേക്കാൾ വലിയ കൊട്ടാരമായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസിനുണ്ടായിരുന്നത്. ആ ഉമർ തൻ്റെ ഖലീഫയായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, ഖലീഫയാകുന്ന ആ നിമിഷം മുതൽ തൻ്റെ എല്ലാ സംവിധാനങ്ങളും, എല്ലാ സൗകര്യങ്ങളും, എല്ലാ ആഡംബര വസ്തുക്കളും ഖജനാവിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിൽ 88-89 പേജുകളിൽ പ്രിയ പത്നിയുമായിട്ട് നടത്തുന്ന ചില സംഭാഷണങ്ങളൊക്കെ ഉണ്ട് ഖലീഫയായി തിരിച്ചെത്തിയതിനു ശേഷം. ഇതിലെ ഒരു പ്രധാന, ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അതിലൊരു പ്രധാന കഥാപാത്രമാണ് ഉമറിന്റെ പത്നി. നമ്മളും ചരിത്രത്തില് ആയിഷയും പ്രവാചകപുത്രി ഫാത്തിമയെ കുറിച്ചും അവര് ത്യജിച്ച അവരുടെ ത്യാഗത്തിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴും
ഉമറിന്റെ പത്നിയെ കുറിച്ച്, ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ പ്രിയ പത്നി ഫാത്തിമയെ കുറിച്ചുള്ള ചരിത്രം വളരെ വളരെ വിരളമായിട്ട് പഠിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു പഠിച്ചിട്ട് തന്നെ ഇല്ല എന്നാണ് തോന്നുന്നത്. എല്ലാ സൗകര്യങ്ങളും വിട്ടെറിഞ്ഞ് ഉമർ ബിൻ അബ്ദുൽ അസീസ് തൻ്റെ വീട്ടിലേക്ക്, കൊട്ടാരത്തിലേക്ക് വന്ന് തൻ്റെ പത്നിയോട് പറയുന്ന ചില സംഭാഷണ രംഗങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ഈ പുസ്തകം മേടിച്ച് തന്നെ വായിക്കുക. ആ ഘട്ടത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ടുണ്ട്. ആരാണ് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ പത്നി? അന്നത്തെ ഖലീഫയുടെ സഹോദരിയാണ്. അവരും ഇതേ ഘട്ടത്തിൽ, ഇതേ സൗകര്യങ്ങളിൽ കൊട്ടാരത്തിൽ ജീവിച്ചു വളർന്നു വന്ന ഒരു പെൺതരിയാണ്. അപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് എപ്പോഴാണോ എല്ലാം ഉപേക്ഷിച്ച് കുടിലേക്ക് മാറുന്നത്, ആ ഉമർ ബിൻ അബ്ദുൽ അസീസിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ കുടിലേക്ക് മാറി പാർക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഫാത്തിമ. എന്തായിരുന്നാലും ഈ ചരിത്രം പഠിക്കുക, ഈ പുസ്തകത്തിലൂടെ തന്നെ വായിക്കാൻ ശ്രമിക്കുക. വളരെ ലളിതമായ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ പുസ്തകം വായിക്കുന്ന അതേ ഒരു പാരലൽ കാലഘട്ടത്തിലാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടി, അന്ന് ഫേസ്ബുക്കാണ്, ആ സോഷ്യൽ മീഡിയയിൽ കൂടി ഫോളോ ചെയ്ത ഒരു വ്യക്തിത്വമുണ്ട്, ഡോക്ടർ ഷാനവാസ് PC. ഈ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ജീവചരിത്രവും ഡോക്ടർ ഷാനവാസിന്റെ ജീവിതവുമായിട്ട് എന്തൊക്കെയോ സാമ്യതകൾ എനിക്ക് തോന്നാറുണ്ട്. വെറും 2.5 വർഷക്കാലത്തെ ഖലീഫയായിരുന്ന സമയത്താണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് വിപ്ലവം സൃഷ്ടിച്ചത്. 4 ഖലീഫമാർക്ക് ശേഷം ഇസ്ലാമിക ഭരണകൂടം തകർന്നടിഞ്ഞ് അവിടെ ഇസ്ലാമിന്റെ സിസ്റ്റം തകർന്ന് എന്താ പറയുക, മൊത്തം അരാജകത്വം അഴിഞ്ഞാടിയ സമയത്താണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫയാവുകയും അവിടെ വീണ്ടും ഇസ്ലാമിക സിസ്റ്റം തിരിച്ചു കൊണ്ടുവരികയും ചെയ്തത്. വെറും 2.5 വർഷക്കാലം. അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടായത് തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. കാരണം അന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കുടുംബത്തിലുണ്ടായിരുന്ന പലർക്കും കൊട്ടാരത്തിൽ നിന്നും മറ്റുമൊക്കെ ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫ ആയതോടുകൂടി വെട്ടിക്കുറയ്ക്കുകയും അങ്ങനെ കുടുംബത്തിനകത്തു നിന്ന് തന്നെ ശത്രുക്കൾ ഉണ്ടാകുകയും 39ാമത്തെ വയസ്സിൽ ഷഹീദാവുകയാണ് ചെയ്തത്. ഇതേ ഒരു സിറ്റുവേഷനാണ് ഡോക്ടർ ഷാനവാസിനും ഉണ്ടായെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വെറും 3 വർഷത്തെ സർവീസിലാണ് അദ്ദേഹം ഗവൺമെന്റ് സർവീസിൽ കയറി. വെറും 3 വർഷക്കാലം കൊണ്ട് ജനങ്ങൾക്കിടയിൽ, ആദിവാസികൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ച് അവർക്ക് വേണ്ട ആതുര സേവനങ്ങൾ നൽകി ആ കാലഘട്ടത്തിലെ എല്ലാ മെഡിക്കൽ ഫീൽഡിലെ എല്ലാ അഴിമതികൾക്കെതിരെ ശബ്ദിക്കുകയും ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ ഷാനവാസ്. പക്ഷേ അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിന്നവർ തന്നെയാണ് അദ്ദേഹത്തിന് വിഷം നൽകി വധിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഇന്നൊരു വ്യക്തതയില്ല, അതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. എന്തായിരുന്നാലും ഡോക്ടർ ഷാനവാസിന്റെ ജീവിതവും ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ചരിത്രവും തമ്മിൽ എന്തൊക്കെയോ സാമ്യതകൾ, കാലഘട്ടത്തിന്റെ ഉമർ ആയിരുന്നിരിക്കാം ഡോക്ടർ ഷാനവാസ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എല്ലാവരും വായിക്കുക. അതിമനോഹരമായിട്ടാണ് ഈ പുസ്തകത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ച് ഷെയ്ഖ് സാഹിബ് വിവരിച്ചിട്ടുള്ളത്.